നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൂരജ് ലാമ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ എത്തിയ ഒരാളാണ്. അദ്ദേഹം കേരളത്തിൽ എത്തിയത് ആരും അറിഞ്ഞിരുന്നില്ല. കുവൈറ്റ് മധ്യ ദുരന്തമൊക്കെ തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളെ നാട് കടത്തുന്നതിന്റെ കൂട്ടത്ത് ഈ സൂരജ് ലാമയും ഉണ്ടായിരുന്നു. കൊച്ചിയിലാണ് സൂരജ് ലാമ വിമാനം ഇറങ്ങിയത്. പിന്നീട് സൂരജ് ലാമയെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും സൂരജ് ലാമയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ വാദം നടക്കുകയാണ്. ദേവൻ രാമചന്ദ്രനാണ് ജഡ്ജിയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് പോലീസിനെയും ഒപ്പം ആരോഗ്യ മേഖലയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ മകൻ സ്റ്റാൻഡൻ ലാമ മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ പോകാൻ അനുവദിച്ചെന്നും ആദ്യം അജ്ഞാതൻ എന്നാണ് രേഖപ്പെടുത്തിയത് എന്നും മകൻ ആരോപിച്ചു. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ സൂരജ് ലാമ എന്ന് തിരുത്തുകയായിരുന്നു. പിതാവിനെ ജീവനോടെ കണ്ടെത്തി തരുമെന്ന് കമ്മീഷണർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പരിശോധന നടത്തിയതിന്റെ സമീപത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയത്. മൃതദേഹം പിതാവിന്റെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന ആവശ്യമാണ്. തുടർന്ന് സ്റ്റാൻഡൻ ലാമയുടെ പരിശോധന നടത്താൻ വേണ്ടി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമ മരിച്ചെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കളമശ്ശേരി HMDക്ക് സമീപം സൂരജ് ലാമയുടേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലാണ്. കുവൈത്ത് വിഷമധ്യ ദുരന്തത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ലാമയെ കുവൈറ്റ് അധികൃതർ കൊച്ചിയിലേക്ക് നാടുകടത്തുകയായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നാണ് കാണാതായ ലാമയ്ക്കായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ലാമയുടെ നിന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. ഒക്ടോബർ 5-നാണ് ലാമയെ വിമാനത്താവളത്തിൽ നിന്ന് കാണാതായത്. കുവൈത്തിൽ അടുത്തിടെ ഉണ്ടായ വിഷമധ്യ ദുരിതത്തിനിരയായിരുന്നു ഈ ഓർമ്മ നഷ്ടപ്പെട്ടയാളാണ് സൂരജ് ലാമ. എന്തായാലും സൂരജ് ലാമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം മകൻ ആരംഭിച്ചിട്ടുണ്ട്. ദേവൻ രാമചന്ദ്രൻ 3 ദിവസം മറ്റന്നാൾ എല്ലാ പരിശോധനയും നടത്തി വിശദ വിവരങ്ങൾ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരാളെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞ ഇത്തരത്തിൽ ലാഘവത്തോടുകൂടി ഈ ഒരു കാര്യം കളഞ്ഞത് എന്ന ചോദ്യം ഉയർന്നുണ്ട്. മാത്രമല്ല ദേവൻ രാമചന്ദ്രൻ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ആരെയെങ്കിലും കൊന്നിട്ട് കഴിഞ്ഞാൽ പോലും അറിയാത്ത സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ നഗരമധ്യത്തിൽ, എറണാകുളം പോലെയുള്ള നഗരമധ്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസനം നടക്കുന്നത്? മാത്രമല്ല ഈ സൂരജ് ലാമയുടേതാണ് മൃതദേഹം എന്ന് എങ്ങനെ ഉറപ്പിക്കും? ഒപ്പം അത് കൊലപാതകമാണോ അല്ലയോ എന്ന് എങ്ങനെ ഉറപ്പിക്കും എന്ന ചോദ്യവും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും സൂരജ് ലാമയുടെ മൃതദേഹം ആകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് മകൻ നടത്തുന്നത്. മെട്രോയുടെ ഫ്ലീഡർ ബസ് ആലുവ മെട്രോ സ്റ്റേഷനിൽ എത്തിയതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിരുന്നു. പിന്നീട് 10-നാണ് സൂരജിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. 10-ന് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിശോധനയിൽ കാര്യമായ അസുഖങ്ങളൊന്നും കണ്ടെത്താതിരുന്നതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴൊന്നും ആശുപത്രി അധികൃതർക്കോ പോലീസിനോ സൂരജ് ലാമ ആരാണ് എന്ന വിവരം ലഭിച്ചിരുന്നില്ല. 2 ദിവസത്തിന് ശേഷമാണ് കുവൈറ്റിൽ നിന്ന് സൂരജിന്റെ കൊച്ചിയിലേക്ക് വിമാനം കയറ്റിവിട്ട കാര്യം ബാംഗ്ലൂരിലെ സൂരജിന്റെ കുടുംബം അറിയുന്നത്. അങ്ങനെയാണ് കുടുംബം കേരളവുമായി ബന്ധപ്പെടുന്നത്. പിന്നീടാണ് സൂരജ് ലാമയെ കിട്ടിയെന്ന് പറയുകയും ആ സന്തോഷ വാർത്തയായി സൂരജിനെ കാണാനായി മകൻ നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് സൂരജിനെ പിന്നീട് കാണാനില്ല എന്നുള്ള വാർത്തയും വരുന്നത്. എന്നാൽ ദേവൻ രാമചന്ദ്രൻ രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്.